അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന ഒരു ചൊല്ലുണ്ട്. അത്തരമൊരു അവസ്ഥയിലേക്കാണിപ്പോൾ അമേരിക്ക പോകുന്നത്. റഷ്യയെ തകർക്കാനാണ് ജോ ബൈഡന്റെ കാലത്ത് അമേരിക്ക ശ്രമിച്ചിരുന്നത്. അതിന് കളമൊരുക്കാനാണ് നാറ്റോയിൽ യുക്രൈനെ അംഗമാക്കാൻ ശ്രമിച്ചതും. അത് പിന്നീട് റഷ്യ യുക്രൈൻ യുദ്ധമായി മാറിയതും. എന്നാൽ ഈ നടപടി ഇപ്പോൾ അമേരിക്കയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കാരണം യുക്രൈന് സൈനിക സഹായമായി അമേരിക്ക നൽകിയ ആയുധങ്ങളിലെ ഒരു പ്രധാന ഭാഗം മെക്സിക്കൻ മയക്കുമരുന്ന് കാർട്ടലുകൾ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ യഥാർത്ഥ ശത്രുക്കളുടെ കൈകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന ഞെട്ടിക്കുന്ന വിവരമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ മാധ്യമപ്രവർത്തകനായ ടക്കർ കാൾസനാണ് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മുൻ അമേരിക്കൻ ആർമി ലഫ്റ്റനന്റ് കേണലും ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും വെറ്ററൻ ഡാനിയൽ ഡേവിസുമായുള്ള അഭിമുഖത്തിനിടെയാണ് യുക്രൈനിലേക്ക് അമേരിക്ക വിതരണം ചെയ്യുന്ന ആയുധങ്ങളിൽ പകുതിയോളം അന്താരാഷ്ട്ര കരിഞ്ചന്തകളിലാണ് എത്തുന്നതെന്ന വിവരം മുൻ ഫോക്സ് ന്യൂസ് അവതാരകൻ കൂടിയായ ടക്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്ക നൽകുന്ന ആയുധങ്ങളുടെ പകുതിയോളം യുക്രൈനിയൻ സൈന്യം വിൽക്കുന്നുണ്ടെന്നത് തനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ തന്റെ പ്രസ്താവനകളെ സാധൂകരിക്കുന്ന ഉറവിടങ്ങൾ വെളിപ്പെടുത്തുകയോ അതിനെ പിന്തുണയ്ക്കുന്ന പ്രത്യേക തെളിവുകൾ നൽകുകയോ ചെയ്യാൻ കാൾസൺ കൂട്ടാക്കിയിട്ടില്ല. തെളിവുകൾ ആവശ്യമെങ്കിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിക്ക് കൈമാറാമെന്ന് കാൾസൺ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്ക യുക്രൈന് നൂറുകണക്കിന് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ നൽകുന്നുണ്ടെന്നും എന്നാൽ അവ മെക്സിക്കൻ മയക്കുമരുന്ന് കാർട്ടലുകൾ പോലുള്ള ശത്രുക്കൾക്ക് മറിച്ചു വിറ്റുവെന്നുമാണ് കാൾസൺ ആരോപിച്ചിരിക്കുന്നത്. യുക്രൈനിൽ നിന്നുള്ള ആയുധങ്ങൾ ഓൺലൈനിലൂടെ എളുപ്പത്തിൽ വാങ്ങാൻ കഴിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലേക്കുള്ള അനധികൃത തോക്കുകളുടെ ഈ ഒഴുക്കിനെ കുറ്റകൃത്യമെന്നും പേടി സ്വപ്നമെന്നുമൊക്കെയാണ് കാൾസൺ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ട്രംപ് അധികാരമേറ്റ ശേഷം മെക്സിക്കോയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ്. മെക്സിക്കോയിൽ സമാന്തര ഭരണം തന്നെ നടത്തുന്ന അധോലോക സംഘങ്ങൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘങ്ങളാണ്. അമേരിക്ക അതിർത്തി പങ്കിടുന്ന മെക്സിക്കോയിൽ നിന്നും അതിർത്തി ലംഘിച്ച് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരിൽ ഈ ക്രിമിനൽ സംഘങ്ങളുമുണ്ട്. അതായത് അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലാപത്തിന് വരെ ശേഷിയുള്ള സംഘമാണിത്. അവരുടെ കൈകളിൽ അമേരിക്കയുടെ ആധുനിക ആയുധങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭയക്കേണ്ടതുണ്ട്. 2022 മുതൽ അമേരിക്കൻ ഭരണകൂടം യുക്രൈന് ഏകദേശം 175 ബില്യൺ ഡോളറിന്റെ സഹായമാണ് അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരിയിൽ യുക്രൈനുള്ള സഹായത്തിനായി അമേരിക്ക യൂറോപ്യൻ യൂണിയനേക്കാൾ 200 ബില്യൺ ഡോളർ കൂടുതൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അവകാശപ്പെട്ടത്. അമേരിക്കയിൽ നിന്ന് യുക്രൈന് 75 ബില്യൺ ഡോളറിൽ കൂടുതൽ സൈനിക സഹായവും മറ്റ് സഹായങ്ങളും ലഭിച്ചുവെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പിന്നീട് പ്രസ്താവിക്കുകയുണ്ടായി. എന്നാൽ ട്രംപ് ഉന്നയിച്ച 200 ബില്യൺ ഡോളറിന്റെ എസ്റ്റിമേറ്റ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നോ അതെവിടെ നിന്ന് അപ്രത്യക്ഷമായേക്കാമെന്നോ തനിക്കറിയില്ലെന്നും സെലൻസ്കി പറയുകയുണ്ടായി. യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധങ്ങളുടെ അനിയന്ത്രിതമായ വിതരണം ലോകമെമ്പാടുമുള്ള സംഘടിത ക്രിമിനൽ ഗ്രൂപ്പുകളുടെയും തീവ്രവാദികളുടെയും കൈകളിലേക്ക് ധാരാളം ആയുധങ്ങൾ എത്തുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് റഷ്യയും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. യുക്രൈന് വിതരണം ചെയ്ത ആയുധങ്ങൾ ക്രിമിനൽ സംഘത്തിന്റെ കൈകളിൽ എത്തിച്ചേർന്നിട്ടുള്ളതായി പാശ്ചാത്യ മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരും മുൻപ് തന്നെ ആരോപിച്ചിട്ടുള്ളതാണ്. 2022 ഏപ്രിലിൽ സംഘടിത കുറ്റകൃത്യ ഗ്രൂപ്പുകൾക്ക് വിതരണം ചെയ്യുന്നതിനായി യുക്രൈനിൽ നിന്നും യൂറോപ്യൻ യൂണിയനിലേക്കും ആയുധങ്ങൾ കടത്തുന്നതായി തങ്ങളുടെ അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നതായി യൂറോപോളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുക്രൈനിലേക്ക് ആദ്യം അയച്ച ആയുധങ്ങൾ ഫിൻലൻഡിലെ പ്രാദേശിക കുറ്റവാളികളുടെ കൈകളിൽ എത്തിയതായി ഫിന്നിഷ് അധികൃതർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് സ്വീഡൻ, ഡെൻമാർക്ക്, നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നും സമാനമായ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നത്. 2024 ജൂണിൽ തെക്കൻ സ്പെയിനിലെ ക്രിമിനൽ സംഘങ്ങൾ യുക്രൈനിൽ നിന്ന് കടത്തിയതായി ആരോപിക്കപ്പെടുന്ന ആധുനിക ആയുധങ്ങൾ കൈവശപ്പെടുത്തിയതായി സ്പാനിഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അമേരിക്കയും സഖ്യകക്ഷികളും നൽകിയ ആയുധങ്ങൾ അവർക്കെതിരായി അവരുടെ രാജ്യങ്ങളിൽ തന്നെ ഉപയോഗിക്കപ്പെടുമെന്നതാണ്. ഇതിനെയാണ് വാളെടുത്തവൻ വാളാലെ എന്നും പറയേണ്ടി വരുന്നത്. അതേസമയം ജോ ബൈഡനിൽ നിന്നും വ്യത്യസ്തമായി പുതുതായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് യുക്രൈനിനോടുള്ള നിലപാട് കടുപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. യുക്രൈനിലെ അപൂർവ ഭൗമധാതുക്കൾക്ക് സഹായം നൽകുന്നതിലൂടെ അമേരിക്കൻ നിക്ഷേപങ്ങളിൽ പണം തിരികെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ യുക്രൈനുമായി ഒരു കരാറിൽ ഏർപ്പെടാനുള്ള നിർദ്ദേശമാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്.
യുക്രൈൻ ഒരു ദിവസം റഷ്യക്കാരാകാമെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ധാതുക്കളുടെ ഭാവി ഉടമസ്ഥാവകാശം പോലും പരിഗണിക്കാതെ തന്നെ ഈ കരാർ നടക്കണമെന്നും ട്രംപ് ഊന്നി പറഞ്ഞിട്ടുണ്ട്. യുക്രൈന് $300 ബില്യൺ ഏതാണ്ട് $350 സഹായം നൽകുമെന്ന് അവകാശപ്പെട്ട ട്രംപ്, എന്നാൽ അതിന് പകരം ഒന്നും ലഭിക്കാതെ യുക്രൈനുള്ള ധനസഹായം അമേരിക്ക ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കുമെന്നാണ് ഫോക്സ് ന്യൂസിലെ ബ്രെറ്റ് ബെയറുമായുള്ള അഭിമുഖത്തിനിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ നിക്ഷേപങ്ങൾക്ക് ലാഭം ഉറപ്പാക്കുന്നതിനാണ് യുക്രൈനുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപൂർവ ഭൂമിധാതുക്കൾ, എണ്ണ, വാതകം എന്നിവയാൽ സമ്പന്നമായ വിലപ്പെട്ട ഭൂമി യുക്രൈനിലുണ്ടെന്നും അത് അമേരിക്കയുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാൻ ഉപയോഗപ്പെടുത്താമെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. സുരക്ഷാ ഗ്യാരണ്ടികൾക്ക് പകരമായി $500 ബില്യൺ വില മതിക്കുന്ന അപൂർവ ഭൂമിക്ക് തത്തുല്യമായത് തനിക്ക് വേണമെന്ന് യുക്രൈനോട് ആവശ്യപ്പെട്ടതായും അവർ അത് സമ്മതിച്ചതായും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുക്രൈൻ ഒരുപക്ഷെ ഒരു കരാറിൽ എത്തിയേക്കാം, എത്താതെയുമിരിക്കാം. ഒരു ദിവസം അവർ റഷ്യക്കാരായേക്കാം, ആകാതെയുമിരിക്കാം. പക്ഷേ ഈ പണമെല്ലാം നമ്മുടെ കൈവശമുണ്ടാകുമെന്നും അത് തിരികെ വേണമെന്നുമാണ് ട്രംപ് പറയുന്നത്. കീവിലെ ലിഥിയം, ടൈറ്റാനിയം, മറ്റ് ഘനലോഹങ്ങൾ എന്നിവയുടെ നിക്ഷേപം സംബന്ധിച്ച ഒരു കരാറിൽ ചർച്ച നടത്താൻ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുറന്ന മനസ്സോടെയാണ് പ്രതികരിച്ചിരുന്നത്. എന്നാൽ അപൂർവ ഭൗമവിഭവങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് യുക്രൈനിന്റെ പാശ്ചാത്യ പിന്തുണക്കാർ ആദ്യം റഷ്യൻ സേനയിൽ നിന്ന് ധാതുസമ്പന്നമായ പ്രദേശങ്ങൾ മോചിപ്പിക്കുന്നതിൽ സഹായിക്കണമെന്ന ആവശ്യവും പകരമായി സെലൻസ്കി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2022 യുക്രൈൻ സംഘർഷം രൂക്ഷമാകുന്നതിന് മുമ്പ് യൂറോപ്പിലെ ഏറ്റവും വലിയ ടൈറ്റാനിയം, ലിഥിയം എന്നിവയുടെ ശേഖരം ഈ രാജ്യത്തുണ്ടായിരുന്നു. അപൂർവ ഭൗമമൂലകങ്ങളായി തരംതിരിച്ചിട്ടില്ലെങ്കിലും സൈനിക വ്യവസായങ്ങൾ, ബാറ്ററികൾ, കപ്പാസിറ്ററുകൾ എന്നിവയ്ക്ക് ഈ വസ്തുക്കൾ നിർണായകമാണ്. യുക്രൈനിൽ കാണാവുന്ന അപൂർവ ഭൗമലോഹങ്ങളുടെ പട്ടികയിൽ ബെറിലിയം, മാംഗനീസ്, ഗാലിയം, യുറേനിയം, സിർക്കോണിയം, ഗ്രാഫൈറ്റ്, അപ്പറ്റൈറ്റ്, ഫ്ലൂറേറ്റ്, നിക്കൽ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഫോബ്സിന്റെ അഭിപ്രായത്തിൽ 2014 പാശ്ചാത്യ പിന്തുണയുള്ള മൈദാൻ അട്ടിമറിയെ തുടർന്ന് യുക്രൈനിൽ നിന്ന് സ്വതന്ത്രമായ മുൻ ഡോൺബാസ് പ്രദേശങ്ങളായ ഡൊനെറ്റ്സ്ക്, ലുഗാൻസ്ക് എന്നിവിടങ്ങളിലാണ് യുക്രൈന്റെ മൊത്തം ധാതു സമ്പത്തിന്റെ ഏകദേശം $7 ട്രില്യൺ സ്ഥിതി ചെയ്യുന്നത്. 2022 ഡൊനെറ്റ്സ്കും ലുഗാൻസ്കും റഷ്യയിൽ ചേരാൻ വോട്ട് ചെയ്തതിനു ശേഷം ഈ പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും റഷ്യൻ നിയന്ത്രണത്തിലായിരുന്നു. യുക്രൈനിൽ സൈനിക നടപടി ആരംഭിക്കുന്നതിനുള്ള പ്രധാന കാരണമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൂണ്ടിക്കാട്ടിയത് നാറ്റോയിൽ ചേരാനുള്ള നീക്കത്തിന് പുറമെ ഡോൺബാസിലെ ജനങ്ങളുടെ സംരക്ഷണമായിരുന്നു. ഈ പ്രദേശങ്ങളിലെ വിഭവങ്ങൾ ലക്ഷ്യമിട്ടാണ് നാറ്റോ അംഗരാജ്യങ്ങൾ യുക്രൈന് പിന്തുണ നൽകുന്നതെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് 2024 ഒക്ടോബറിൽ പറയുകയുണ്ടായി. നിലവിൽ ഈ പ്രദേശങ്ങൾ മുഴുവൻ റഷ്യൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുകയാണ്. നാറ്റോ സഖ്യം എന്തിനാണ് യുക്രൈനെ പിന്തുണയ്ക്കുന്നത് എന്നത് യുക്രൈനിലെ ജനങ്ങൾക്ക് വൈകിയാണെങ്കിലും മനസ്സിലായി തുടങ്ങിയതായാണ് റഷ്യ പറയുന്നത്. നാറ്റോ ആയുധങ്ങൾ നാറ്റോ രാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയായി വരുന്നതിലും റഷ്യൻ ഭരണകൂടം ഇപ്പോൾ ഹാപ്പിയാണ്. ഗാസയെ പിടിച്ചെടുക്കാൻ ഇസ്രയേലുമായി ചേർന്ന് തന്ത്രം മെനയുന്ന അമേരിക്ക ഇനി യഥാർത്ഥത്തിൽ നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയുമാണ്. അതാകട്ടെ വ്യക്തവുമാണ്.